നമസ്കാരം. ബിഗ് ബോസ് എല്ലാവർക്കും ഓണാശംസകൾ. രാവിലെ എല്ലാവരും കേരളീയ വേഷത്തിൽ ഒരുങ്ങിയപ്പോൾ നമ്മുടെ ജിസേലിന് മാത്രം വെസ്റ്റേൺ ഡ്രസ്സാണ് കൊടുത്തത്. പിന്നെ ജിസേല് ബിഗ് ബോസിനോട് പറഞ്ഞ ഒരു സാരിയൊക്കെ കേരള സാരിയൊക്കെ മേടിച്ച് അത് ശൈത്യയും ബിന്നിയും കൂടെ ഉടുപ്പിച്ച് നല്ല സുന്ദരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അവർ സാരി കൊടുത്ത് കാണാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരുടെ കാര്യം എടുത്തു പറഞ്ഞത്. പക്ഷേ ബാക്കി എല്ലാവരും കേരളീയ വേഷത്തിൽ തന്നെയായിരുന്നു. നന്നായിരുന്നു കാണാൻ. അപ്പം അവരുടെ ആദ്യത്തെ ടാസ്ക്കാണ് അവർ കൊടുത്തത്, ഓണ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. ആ ഓണപ്പൂക്കളം 3 ടീം 7 പേരുള്ള 3 ടീമായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു ഇടേണ്ടത്. കൃത്യസമയത്തിൽ പൂക്കൾ ശേഖരിക്കണം, കൃത്യസമയത്തിൽ അത് ഇട്ട് തരണം, ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ അവർ 3 ടീമിൽ അനീഷും ഒക്കെ ഉൾപ്പെടുന്ന വടക്കേടത്ത് ടീം, ശൈത്യയും ആര്യനും ഒക്കെ ഉൾപ്പെടുന്ന തെക്കേടത്ത് ടീം, പിന്നെ മൂത്തേടത്ത് ഷാനവാസും രേണുസുതിയും ഒക്കെയുള്ള അങ്ങനെ 3 ടീമായിട്ടായിരുന്നു. ഇവർ 3 പേരും കൃത്യസമയത്തിൽ പൂക്കൾ ശേഖരിച്ചു, കൃത്യസമയം പൂക്കളം ഇട്ട് കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഓരോരുത്തർ തന്നെയാണ്, ഈ 3 ടീമിലെയും ഓരോരുത്തർ തന്നെയായിരുന്നു അതിലെ വിധികർത്താക്കളും. അപ്പം വടംവലി വല്ലതും ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ട് ഷാനവാസ് ഒക്കെ പറഞ്ഞ് രേണുസുതി അങ്ങ് അവർ വിധികർത്താവാക്കി അതിനകത്ത് ഒരാളെ. കാരണം പുള്ളിക്കാരിക്ക് എപ്പോഴും ഈ ഫിസിക്കൽ ടാസ്ക് ഒന്നും വരുമ്പോൾ പറ്റത്തില്ലല്ലോ. പക്ഷെ പിന്നീടാണ് അവർ പൂക്കള മത്സരം, പക്ഷേ ഇവർക്കും പങ്കെടുക്കാം. പൂക്കള മത്സരം വിധികർത്താവെന്ന് ചോദിച്ച് മാറി നിൽക്കണ്ട, അവർക്കും പങ്കെടുക്കാം. അപ്പം രണ്ടാമത്തെ ടീമിൻ്റെ വിധികർത്താവ് അനീഷാണ്, അതായത് വടക്കേടത്ത്. തെക്കേടത്താണ് ഒന്നാമത്തെ ടീം, അതിൻ്റെ ശൈത്യമാണ്. അപ്പോൾ ഇവർ പൂക്കളം ഇട്ട് കഴിഞ്ഞു. വലിയൊരു ശൈത്യവും അനീഷും തമ്മിലുള്ള വലിയൊരു തർക്കവും ഇത് ഓണത്തല്ലിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചിരുന്നുള്ളൂ. ശേഷം നാക്കുകൊണ്ട് അതനുസരിച്ചുള്ള ഭയങ്കര ഫൈറ്റിനും ശേഷം തെക്കേടത്തെയാണ് ഫസ്റ്റായിട്ട് തീരുമാനിച്ചത്. അപ്പം അതായിരുന്നു ഇന്നത്തെ രാവിലത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ക്യാപ്റ്റൻസി ആയിരുന്നു. ക്യാപ്റ്റൻസിയിൽ 7 വോട്ടുകളോടുകൂടി നമ്മുടെ ഒനിയിലും ജിസയിലും 12 വോട്ട് അഭിലാഷിനും കിട്ടി. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാവരും കേരളീയ വേഷത്തിലായിരുന്നു, മനോഹരമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു രാവിലത്തെ ടാസ്കും ഒരു ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പൊക്കെ കൂടി ഉച്ചവരെയുള്ളത് അവസാനിച്ചു.